നമസ്കാരം. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിനു ശേഷം അത്യാവശ്യം പോസിറ്റീവായിട്ടുള്ള ഒരു പബ്ലിസിറ്റി കിട്ടിയിട്ടുള്ള നടനാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളും ഇടയ്ക്കിടയ്ക്ക് വിവാദങ്ങളായിട്ടുണ്ടെങ്കിൽ പോലും, ചർച്ചാ വിഷയമായിട്ടുണ്ടെങ്കിൽ പോലും ഒരു നല്ല രീതിയിലുള്ള ഒരു ജനപിന്തുണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അവസാനം തൃശ്ശൂർ നിന്ന് മത്സരിച്ചു, MP ആയി, കേന്ദ്രമന്ത്രിയായി. ആ ഒരു സമയത്ത് പേഴ്സണലി ആ വിജയം എനിക്ക് സന്തോഷം തന്നു. എനിക്ക് തോന്നി അദ്ദേഹത്തിന് അർഹിക്കപ്പെട്ട ഒരു വിജയം തന്നെയായിരുന്നു എന്നാണ് എനിക്ക് ഫീൽ ആയത്. ഇനി ഒരുപാട് മാറ്റങ്ങൾ കാണാൻ സാധിക്കും എന്നൊക്കെ ഞാൻ കരുതിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ടോട്ടലി ഡിസപ്പോയിന്റഡ് ആണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മളൊരു കേന്ദ്രമന്ത്രിയാകുന്ന ഉടനെ തന്നെ നമുക്കൊന്നും മലമറിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഇങ്ങനെ കേന്ദ്രമന്ത്രി ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീഴുന്ന കുറെ കാര്യങ്ങൾ, കുറെ പ്രസ്താവനകൾ കേട്ട് കഴിഞ്ഞാൽ ഒട്ടും താല്പര്യമില്ലാത്തത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. അതായത് അദ്ദേഹത്തിന് ആ മന്ത്രിസ്ഥാനത്തിനോട് ഒരു താല്പര്യവുമില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പാഷൻ എന്ന് പറയുന്നത് സിനിമയാണ്. ഭരത്ചന്ദ്രൻ IPS ആയിട്ട് ജീവിക്കാനാണ് അദ്ദേഹത്തിന് ഇഷ്ടം. ഇനി 22ഓളം സിനിമകൾ ചെയ്യാനുണ്ട്. അദ്ദേഹത്തിന് ഉടനെ തന്നെ സിനിമകൾ ചെയ്തേ പറ്റുള്ളൂ. അതായത് ഡേറ്റ് ഒക്കെ ആയി സിനിമ ഷൂട്ടിംഗ് തുടങ്ങി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് ചെയ്തേ പറ്റുള്ളൂ. ഈ മന്ത്രിസ്ഥാനം ഇല്ലായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്നുള്ള രീതിയിൽ ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. മന്ത്രിയായിട്ടിരിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിൽ. ഓക്കെ, ചിലപ്പോൾ മന്ത്രിസ്ഥാനം കേന്ദ്ര മന്ത്രിമാരെല്ലാവരും കൂടെ ചേർന്ന് അദ്ദേഹത്തിന് കൊടുത്തതായിരിക്കാം. അതിന് അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ലായിരിക്കാം. എങ്കിലും അദ്ദേഹം ഒരു MP ആണ്. അത്രയും വലിയൊരു ജനത അദ്ദേഹത്തെ ജയിപ്പിച്ച് MP ആക്കിയതാണ്. അവരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി അവരുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് അദ്ദേഹത്തെ ജയിപ്പിച്ചു വിട്ടതാണ്. അപ്പൊ ആ ജനതയുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിലുള്ള പ്രവൃത്തിയല്ലേ അദ്ദേഹം ഇപ്പോൾ കാണിക്കുന്നത്. ഈ മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് സിനിമയിൽ അഭിനയിക്കണം, സിനിമയാണ് പാഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അത് നേരത്തെ തീരുമാനിക്കേണ്ട കാര്യമാണ്. അദ്ദേഹത്തിന് അഭിനയമാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ എന്തിനാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത്? ഇനി രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാലും എന്തിനാണ് അദ്ദേഹം ഇലക്ഷനിൽ നിന്ന് മത്സരിച്ച് MP ആകാൻ പോയത്, കേന്ദ്രമന്ത്രിയാകാൻ പോയത്? ഇപ്പൊ മന്ത്രിസ്ഥാനം ഇല്ല എങ്കിൽ പോലും MP ആയിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ചെയ്യേണ്ട ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അത്തരം ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ അദ്ദേഹം സിനിമയിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞു പോകുമ്പോൾ അത് ഒട്ടും യോജിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇനിയിപ്പോ ഒന്നോ രണ്ടോ സിനിമ അഭിനയിച്ചെന്ന് വിചാരിച്ചോട്ടെ, പക്ഷെ അദ്ദേഹം പറയുന്ന 22 സിനിമ എന്ന് പറയുന്ന ആ ഒരു കണക്ക് അതൊന്നും ഒട്ടും അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്നതല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും നിലവാരമില്ലാത്ത, നിലപാടില്ലാത്ത ആൾക്കാരുടെ പ്രവൃത്തി പോലെയാണ് അദ്ദേഹം ഇപ്പൊ കാണിച്ചു കൂട്ടുന്നത്. ഒട്ടും ചിന്തിക്കാതെ എന്തൊക്കെയോ ഇങ്ങനെ വിളിച്ചു കൂവുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇങ്ങനെ ഏറ്റവും ടോപ്പിന്റെ മണ്ടയ്ക്ക് പോയി ഇരുന്നതിന് ശേഷം തല കറങ്ങുമ്പോൾ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയില്ലേ, ഇങ്ങനെ പിച്ചും പേയും പറയില്ലേ, അങ്ങനെ പിച്ചും പേയും പറയുന്നത് പോലെയാണ് അദ്ദേഹം ഇപ്പൊ പലപ്പോഴായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ. അത് അദ്ദേഹത്തിന്റെ പാർട്ടിയെയോ, അദ്ദേഹം വിശ്വസിക്കുന്ന പാർട്ടിയെയോ, അദ്ദേഹത്തിന്റെ പാർട്ടി മെമ്പേഴ്സിനെയോ മാത്രമല്ല അദ്ദേഹം ഇപ്പൊ ചതിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വോട്ട് ചെയ്ത് ജയിപ്പിച്ച്, എനിക്കൊന്ന് പാർട്ടി മാത്രം നോക്കിയല്ല തൃശ്ശൂരുള്ള ആൾക്കാർ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പാർട്ടി നോക്കി കുത്തിയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിക്കാണ് തൃശ്ശൂരുള്ള ജനങ്ങൾ വോട്ട് കൊടുത്തത്. അപ്പം അദ്ദേഹത്തെ വിശ്വസിച്ച് വോട്ട് ചെയ്ത ഓരോ വ്യക്തികളെയും അദ്ദേഹം ചതിക്കുന്നത് പോലെയുള്ള പ്രവൃത്തിയാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒട്ടും ശരിയല്ല. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് നടനായിട്ടാണ് ജീവിക്കാൻ ആഗ്രഹം എന്നുണ്ടായിരുന്നെങ്കിൽ നടനായിട്ട് പോകണമായിരുന്നു, സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പോകണമായിരുന്നു. ഒരിക്കലും രാഷ്ട്രീയത്തിൽ നിൽക്കാൻ വേണ്ടി പാടില്ലായിരുന്നു. ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് മത്സരിക്കാൻ വേണ്ടി പാടില്ലായിരുന്നു. ഒരു റെപ്രസെന്റേറ്റീവ് ആകുമ്പോൾ അത്രയും വലിയ ആൾക്കാരുടെ ചുമതല മുഴുവൻ അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുകയാണ്. ഇപ്പൊ കേരളത്തിന്റെ പ്രതിനിധിയായിട്ട് അദ്ദേഹം പോയേക്കുവാണ് കേന്ദ്രത്തില്. അപ്പൊ ഈ കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങളുടെ ഉത്തരവാദിത്വം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊന്നും നിർവഹിക്കാൻ വയ്യ. സ്വയം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പൊ അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനോട് ഒട്ടും യോജിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇവിടെ രാഷ്ട്രീയമോ അങ്ങനെ മതമോ ജാതിയോ ഒന്നും നോക്കണ്ട. അദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിക്കണമായിരുന്നെങ്കിൽ എല്ലാം ഇട്ടുപേക്ഷിച്ചിട്ട് സിനിമയിലേക്ക് പോകണമായിരുന്നു. ഇതിപ്പോ രണ്ട് വള്ളത്തിലും കൂടെ കാല് ചവിട്ടി പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും ശരിയാവത്തില്ല. രണ്ട് വള്ളത്തിന്റെയും കാര്യം പോക്കാണ്. രണ്ട് വള്ളത്തിന്റെ ക്യാപ്റ്റനായിട്ട് ഇരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന പരിപാടിയാണോ? അല്ല. രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അദ്ദേഹത്തിനെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യണം. സിനിമയായിരുന്നു ഇമ്പോർട്ടന്റ്, ഭരചന്ദ്രനായിട്ടിരിക്കാനായിരുന്നു ആഗ്രഹം എന്നുണ്ടെങ്കിൽ, സിനിമയില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ സിനിമയിലേക്ക് പോകണമായിരുന്നു. ഒരിക്കലും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പാടില്ലായിരുന്നു. ഒരു റെപ്രസെന്റേറ്റീവ് ആകാൻ പാടില്ലായിരുന്നു. ഒരു റെപ്രസെന്റേറ്റീവ് ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ അദ്ദേഹം തികച്ചും ബാധ്യസ്ഥനാണ്. ആ ബാധ്യസ്ഥത ഒഴിഞ്ഞു മാറിയിട്ട് ഒന്നും തന്നെ ഒരു കാര്യവുമില്ല. ആ ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരതയാണ് ഇപ്പൊ അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത്.